നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണ് കിട്ടാൻ വിദ്യാഭ്യാസവും നല്ല ജോലിയും ഒക്കെയല്ലേ വേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും പെണ്ണ് കിട്ടാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും ഉണ്ടായാൽ പോരാ, പെണ്ണ് കെട്ടണമെങ്കിൽ ചാട്ടവാർ അടികൊള്ളണം. ഇവിടെ അങ്ങനെ ഒരു ആചാരം വന്നാൽ എങ്ങനെയിരിക്കും? എന്നാൽ അങ്ങനെ ആചാരം നിലവിലുള്ള ഒരിടമുണ്ട്. ജീവിതം പങ്കുവയ്ക്കാൻ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നത് അവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. പ്രത്യേകിച്ച് വടക്കൻ നൈജീരിയയിലെ ഫുലാനി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് വലിയ തെറ്റ് ചെയ്തവരെ പോലെ ചാട്ടവാറടി കൊണ്ടാൽ മാത്രമേ ഇവർക്കൊരു വിവാഹ ജീവിതം സാധ്യമാകൂ. അതും ഒരടിയല്ല കേട്ടോ, തലങ്ങും വിലങ്ങും അടികൊള്ളേണ്ടി വരും. ആചാരങ്ങൾ കൊണ്ട് എപ്പോഴും വേറിട്ട് നിൽക്കുന്നവരാണ് ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങൾ. ഇവർക്കിടയിൽ അനുഷ്ഠിച്ചു വരുന്ന പല ആചാരങ്ങളും മിക്കവരും കൗതുകത്തോടെയും അതിശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ഷാരോ ഉത്സവം എന്നാണ് ഈ ആചാരത്തിന്റെ പേര്. ആഫ്രിക്കയിലെ ഫുലാനി ഗോത്ര വിഭാഗത്തിന്റെ ഒരു ആചാരമാണിത്. ഈ ഉത്സവത്തിൽ പുരുഷന്മാരുടെ ധൈര്യവും സഹനശക്തിയും പരീക്ഷിക്കുന്നതിനായി അവർക്ക് ചാട്ടവാറടി നൽകും. ഈ ആഘോഷം വർഷത്തിൽ 2 തവണയാണ് നടത്തുന്നത്. ഒന്നാമത്തേത് ഗിനിയ ധാന്യം വിളവെടുക്കുന്ന സമയത്തും രണ്ടാമത്തേത് ഈദ് എൽ കബീർ എന്ന മതപരമായ ആഘോഷ സമയത്തും നടത്തപ്പെടുന്നു. 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. മാർക്കറ്റ് പോലെയുള്ള പൊതു ഇടങ്ങളിലാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. പല വിധത്തിലുള്ള പരിപാടികളും ഈ ഉത്സവത്തിൽ ഫുലാനികൾ അവതരിപ്പിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പുരുഷന്മാരുടെ കഴിവ് തെളിയിക്കുന്ന ആഘോഷം. ചാട്ടവാർ അടി നൽകുന്ന സ്ഥലത്തേക്ക് യുവാക്കളെ ആനയിക്കുന്നത് സുന്ദരികളായ പെൺകുട്ടികളാണ്. ആചാരത്തിന്റെ ഭാഗമാകുന്ന ആൺകുട്ടികൾ അർദ്ധനഗ്നരായി ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കണം. പിന്നീട് ഒരാൾ ഇവർക്ക് ചുറ്റും നടന്ന് ചാട്ടവാറടി തുടങ്ങുകയായി. എന്നാൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല അടിക്കുന്നത്. പരമാവധി വേദനിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. എങ്കിലും ശരീരത്തിലാകെ മുറിപ്പാടുകൾ ഉണ്ടാകും. എത്ര ശക്തിയായി അടിച്ചാലും അത് കൊള്ളുന്ന വ്യക്തി യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ നിൽക്കണമെന്നതും നിർബന്ധമാണ്. കരച്ചിലോ നിലവിളിയോ ഒന്നുമില്ലാതെ വേദന സഹിച്ച് ഒരേ നിൽപ്പ് തുടരണം. വേദന സഹിക്കാനുള്ള കഴിവ് നൽകാൻ പ്രത്യേക പ്രാർത്ഥനയോടെയാവും ഇവരുടെ നിൽപ്പ്. സമൂഹത്തിന് മുന്നിൽ നിലയും വിലയും ലഭിക്കാനും ഒരു ജീവിതം ആരംഭിക്കാനുമുള്ള അതിയായ ആഗ്രഹമാണ് ഇവരുടെ ആ ശക്തി. വാദിഘോഷങ്ങളോടെ ചുറ്റുമുള്ളവർ യുവാക്കൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കും. തല്ലുകൊള്ളുന്നവരുടെ കുടുംബമാകട്ടെ മകൻ ഈ പരീക്ഷണം കടന്നുകൂടാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയാവും. ചാട്ടവാറടി പരീക്ഷണം കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഫുലാനി സമൂഹത്തിന് മുന്നിൽ പുരുഷനാണ്. കൂട്ടത്തിൽ ഇഷ്ടം തോന്നുന്ന ഏതൊരു പെൺകുട്ടിയെയും അയാൾക്ക് വിവാഹം കഴിക്കാം. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവാണ് ചാട്ടവാറടിയിലൂടെ പരീക്ഷിക്കപ്പെടുന്നത്. ഏതു പ്രതിസന്ധി വന്നാലും കുടുംബത്തെയും ഒപ്പമുള്ളവരെയും സംരക്ഷിക്കാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടെന്ന് പരീക്ഷണത്തിലൂടെ സമൂഹം ഉറപ്പിക്കുന്നു. ഉദ്ദേശശുദ്ധി എന്തൊക്കെ തന്നെ ആയാലും ഈ ആചാരം ഒട്ടേറെ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. നൈജീരിയൻ ഭരണകൂടം ഔദ്യോഗികമായ ആചാരത്തിന് വിലക്ക് വരെ ഏർപ്പെടുത്തി. എങ്കിലും ഭരണകൂടത്തിന്റെ കണ്ണിൽപ്പെടാതെ ഇപ്പോഴും ഉൾഗ്രാമങ്ങളിൽ ഷാരോ ആഘോഷം നടത്തുന്നുണ്ട്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.